Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വന്നത് ICC ക്ലാസ് 10 സ്ട്രിംഗ് മാനിപ്പുലേഷന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് എ പ്രോഗ്രാം ടു അക്സെപ്റ്റ് എ നെയിം ആസ് പാരാമീറ്റർ ആൻഡ് പ്രിന്റ് ഇറ്റ്സ് ഇനിഷ്യൽസ്. അതായത് നമ്മൾ ഒരു നെയിം ഇൻപുട്ട് ആയിട്ട് വാങ്ങിയിട്ട് അതിന്റെ ഇനിഷ്യൽ പ്രിന്റ് ചെയ്യണം. അതായത് ഇതുപോലെ അജയ് പ്രതാപ് സിംഗ് എന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്തെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതിനകത്തെ ആദ്യത്തെ ലെറ്റേഴ്സ് എയും പിയും എസും ഇതുപോലെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രിന്റ് ഇനിഷ്യൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, യൂസറുടെ കയ്യിൽ നിന്ന് ഒരു നെയിം വാങ്ങിക്കണം അല്ലെ. അപ്പോൾ എന്റർ എ നെയിം എന്ന് കൊടുക്കാം. ഇനി സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കാം. ഇനി എന്താണ്, നമ്മുടെ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അല്ലേ. അപ്പോ സ്ട്രിങ് നെയിം ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട്, ഇവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് സ്ട്രിങ് ഇല്ല, നമ്മൾ നെക്സ്റ്റ് ലൈൻ എന്ന് വേണം കൊടുക്കാൻ. ഇപ്പൊ നമ്മൾ നെയിം വാങ്ങി. ഇനി എന്താ, നമുക്കിപ്പോ ഇതുപോലല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നെയിം എങ്ങനെ വാങ്ങിയാലും അതിനെ ആദ്യം നമ്മൾ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ നമ്മൾ നെയിം ഈക്വൽ ടു നെയിം ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്തോട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ വേറെ വേരിയബിളിനകത്തോട്ടൊന്നും സ്റ്റോർ ചെയ്യണ്ട. ഇപ്പൊ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞ് ആ നെയിമിനകത്തോട്ട് തന്നെ സ്റ്റോർ ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇപ്പൊ ഇതിനകത്ത് കണ്ടു. ഇപ്പൊ നമ്മൾ ഇനിഷ്യൽ എങ്ങനെയാ എടുക്കുക, ആദ്യം ഇപ്പൊ ഒരു എംറ്റി സ്പേസ് എവിടെയൊക്കെ കാണുന്നോ അതിന് ശേഷമുള്ള ലെറ്റർ എടുക്കുക അല്ലെ. ഇപ്പൊ ഈ എംറ്റി സ്പേസിന് ശേഷം ഒരു ലെറ്റർ കാണുകയാണെങ്കിൽ അതെടുക്കുക. വീണ്ടും അടുത്ത എംറ്റി സ്പേസ് കാണുമ്പോൾ അതിന് ശേഷമുള്ള ലെറ്റർ എടുക്കുക. പിടികിട്ടിയല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്ട്രിങ്ങിൽ കൂടെ ഐട്രേറ്റ് ചെയ്യണം. എന്നിട്ട് എംറ്റി സ്പേസ് കാണുന്നതിന് ശേഷമുള്ള ലെറ്ററിനെ എടുക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ സ്ട്രിങ്ങിൽ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി, സ്ട്രിങ്ങിൽ കൂടെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ് ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ നെയിം ഡോട്ട് ലെങ്ത് -1 എന്ന് കൊടുക്കണം. ഇതെന്തിനാ -1 കൊടുത്തേ, ഇപ്പൊ നമ്മുടെ നെയിമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 0 തൊട്ട് 9 വരെ ഉള്ളൂ അല്ലെ, അല്ലാതെ 0 തൊട്ട് 10 വരെ അല്ലല്ലോ. അതുകൊണ്ടാണ് ലെങ്ത് -1, അതായത് നമുക്ക് 9 വരെ മതിയല്ലോ. ഇനി I++, ഈ സ്ട്രിങ്ങിൽ കൂടെ ഐട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. ഇഫ് നമ്മുടെ നെയിം ഡോട്ട് ക്യാരറ്റ്, അതായത് ഏത് ഇൻഡെക്സിലെ ക്യാരക്ടർ ആണോ എടുക്കുന്നത്, ക്യാരറ്റ് I എന്ന് പറയുന്നത് ഈക്വൽ ടു ഒരു എംറ്റി സ്പേസ് ആണെങ്കിൽ, ഓക്കെ, അതായത് നമ്മൾ നിൽക്കുന്ന ഏത് ഇൻഡെക്സിലാണോ അവിടെ ഒരു എംറ്റി സ്പേസ് ആണ്. അത് കൂടാതെ അതിനുശേഷം ഒരു എംറ്റി സ്പേസ് അല്ല, ഒരു ക്യാരക്ടറും ഉണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണ്ടേ. എംറ്റി സ്പേസ് കിടക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു ക്യാരക്ടർ കൂടെ വരണം. അപ്പോ നെയിം ഡോട്ട് ക്യാരറ്റ്. അപ്പൊ നെക്സ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ith ഇൻഡെക്സിലെ ഒരു എംറ്റി സ്പേസ് ആണെങ്കിൽ നമ്മുടെ I+1, അതായത് നെക്സ്റ്റ് ഇൻഡെക്സിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ഒരു എംറ്റി സ്പേസ് ആയിരിക്കണം. പിടികിട്ടിയല്ലോ. ഇവിടെ കണ്ടീഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, അങ്ങനാണെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിനെ മാത്രം സിസ് ഔട്ട് ചെയ്താൽ മതി. സിസ് ഔട്ട് നെയിം ഡോട്ട് ക്യാരറ്റ് എന്താണ്, I എന്നാണോ കൊടുക്കേണ്ടത് I+1 എന്നാണോ, I+1. കാരണം എന്താ, ith ഇൻഡെക്സിൽ എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് അല്ലേ, I+1 ഇൻഡെക്സിലല്ലേ ക്യാരക്ടർ കിടക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടറിനെ മാത്രം നമ്മൾ പ്രിന്റ് ചെയ്താൽ മതി. ഇത് പിടികിട്ടിയല്ലോ. നമ്മൾ ഇത് ലൂപ്പിൽ കൂടെ ഐട്രേറ്റ് ചെയ്യാൻ, സ്ട്രിങ്ങിൽ കൂടെ ഐട്രേറ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് എത്തുമ്പോൾ ഒരു എംറ്റി സ്പേസ് കാണുമല്ലോ. അപ്പോൾ ഒരു എംറ്റി സ്പേസ് കാണുകയും ചെയ്തു, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു എംറ്റി സ്പേസ് അല്ലാത്ത കണ്ടീഷനും വന്ന ആ തൊട്ടപ്പുറത്തെ ഇൻഡെക്സ് കിടക്കുന്ന എലമെന്റിനെ മാത്രം പ്രിന്റ് ചെയ്യാനാണ്. പിടികിട്ടിയല്ലോ. ഇതിപ്പോ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എല്ലാം കൊടുത്താൽ നെക്സ്റ്റ് ലൈൻ ആണ് പ്രിന്റ് ആവുക. അപ്പൊ നമുക്ക് ഇത് കളയാം. എന്നിട്ട് ഓരോ ഇനിഷ്യലും കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് പ്രിന്റ് ചെയ്യാം. അങ്ങനെയല്ലേ ഈ ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇനിഷ്യലും കഴിയുമ്പോൾ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ റൺ ചെയ്തപ്പോ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ നമുക്ക് അജയ് പ്രതാപ് സിംഗ് തന്നെ കൊടുക്കാം. അജയ് പ്രതാപ് സിംഗ് എന്ന് കൊടുത്തു. ഇത് കൊടുത്തപ്പോ PS മാത്രമാണ് വന്നത്, നമ്മുടെ A വന്നില്ല. അപ്പൊ എന്തായിരിക്കും ഇവിടെ പ്രശ്നം പറ്റിയത്, ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തത് ഒരു വൈറ്റ് സ്പേസിന് ശേഷം ഒരു ക്യാരക്ടർ വരുന്നതിനെ എടുക്കാനാണ്. ഇപ്പൊ അജയ്ക്ക് മുമ്പേ സ്പേസ് ഒന്നുമില്ല, അതുകൊണ്ട് A എടുക്കത്തില്ല. പിടികിട്ടിയല്ലോ. ഇവിടെ ഒരു സ്പേസിന് ശേഷം വന്നുകൊണ്ട് ഇത് എടുത്തു, ഇവിടെ ഒരു സ്പേസിന് ശേഷം വന്നുകൊണ്ട് ഇതും എടുത്തു. പക്ഷെ Aക്ക് മുമ്പേ സ്പേസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഈ നെയിമിന്റെ മുമ്പേ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെയിമിനെ വാങ്ങിക്കത്തില്ലേ, അവിടെ വന്നിട്ട് നെയിം ഈക്വൽ ടു
ഒരു സ്പേസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നെയിം ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യണം, ഡോട്ട് ട്രിം. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറയാം. അതായത് നമ്മൾ നെയിമിനകത്ത് എന്തെങ്കിലും വൈറ്റ് സ്പേസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ. അത് കൂടാതെ ആ പേരിന്റെ തൊട്ട് മുമ്പേ ഒരു സ്പേസ് കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വീണ്ടും ഇത് റൺ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഈ അജയ് പ്രതാപ് സിംഗ് തന്നെ കൊടുക്കാം. അജയ് പ്രതാപ് സിംഗ് എന്ന് കൊടുത്തു. അപ്പതാ APS എന്ന് വന്നത് കണ്ടോ. അപ്പൊ നമ്മൾ നെയിമിന്റെ തൊട്ട് മുന്നേ ഒരു സ്പേസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എക്സ്ട്രാ സ്പേസ് ഉണ്ടെ കളഞ്ഞു. അങ്ങനെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൊടുത്തന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.